നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. സൗന്ദര്യവർദ്ധനവിനായി നാം ധാരാളം മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ആധുനിക രീതിയിലുള്ള പല മാർഗ്ഗങ്ങളും ഇന്ന് നിലവിലുണ്ട്. ഇതിൽ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം ലൂർഡ്സ് ഹോസ്പിറ്റലിലെ കോസ്മെറ്റിക് സർജനായ ഡോക്ടർ ചാക്കോ സിറിയക്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം ഈ ഹെയർ ഫിക്സിംഗ് എന്നുള്ളത് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിപ്പം ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഹെയർ ഫിക്സിംഗ് ഒരു വിഗ് ഫിക്സ് ചെയ്യുന്ന ടെക്നിക് മാത്രമാണ്, വേറെ ഒന്നുമല്ല. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നാൽ പേഷ്യൻ്റെ തലമുടി ഒരു സ്ഥലത്ത് നിന്ന് ട്രാൻസ്പ്ലാന്റ്, അതായത് കട്ട് ചെയ്തെടുത്ത് വേറെ സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുന്നു. അതാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. ഇതൊരു പ്ലാസ്റ്റിക് സർജറി ടെക്നിക്കാണ്. ശരി. ഇപ്പോൾ ഡോക്ടർ, ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ സാധാരണ പലർക്കും ഉള്ള പ്രശ്നമാണ് ഈ കഷണ്ടി എന്നുള്ളത്. കഷണ്ടിക്ക് ഇത് എത്രത്തോളം ഫലപ്രദമായിരിക്കും? ഇത് മെയിൻലി കഷണ്ടിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, പക്ഷേ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വേറെ റീസൺസിനും യൂസ് ചെയ്യാറുണ്ട്. കഷണ്ടിക്ക് വേണ്ടിയാണ് മിക്ക ആണുങ്ങളും ചെയ്യുന്നത്. പോസ്റ്റ് ബേൺസ്, ഈ ബേൺസ് ഒക്കെ സംഭവിച്ചിട്ടുള്ള ഐബ്രോസ് പോകുന്നു, ഇല്ലെങ്കിൽ മീശ ഇല്ലാത്ത സ്ട്രാസ് ഒക്കെ ഉള്ളപ്പോൾ സ്ട്രാസിൽ മുടി വളരില്ല. സോ അവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെക്കാനും പറ്റും. ബട്ട് മെയിൻലി കഷണ്ടിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഡോക്ടർ, ഇപ്പം കേരള ആളുകൾക്കുള്ളൊരു പ്രശ്നം, ഇതിന് ഒരുപാട് സമയം എടുക്കുമോ, അപ്പം അത് എത്ര സിറ്റിംഗ് വേണം എന്നറിയില്ല, അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ആക്ച്വലി ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് എത്ര സിറ്റിംഗ് വേണ്ടി വരും? എങ്ങനെയാണ് ഹോസ്പിറ്റലൈസേഷൻ? ആക്ച്വലി പേഷ്യൻ്റെ എക്സ്റ്റെൻഡ് ഓഫ് കഷണ്ടി അനുസരിച്ചാണ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഒത്തിരി വലിയ ഏരിയ ഉണ്ടെങ്കിൽ ആദ്യം കുറച്ച് ഏരിയ ചെയ്യുന്നു, പിന്നെ വീണ്ടും ആവശ്യം പോലെ വീണ്ടും ഇൻക്രീസ് ചെയ്യാം, കൂടുതൽ മുടി വയ്ക്കാം. സോ ഒബ്വിയസ്ലി പേഷ്യൻ്റെ എക്സ്റ്റെൻഡ് ഓഫ് കഷണ്ടി അനുസരിച്ചാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ പണിയാണ്. മോർണിംഗ് വരുന്നു, ഓപ്പറേഷൻ ചെയ്യുന്നു, അന്ന് വൈകുന്നേരം തിരിച്ചു പോകുന്നു. വേറെ അഡ്മിഷൻ ഒരു ദിവസം കൂടുതൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പം ഇത് വേദന ഉണ്ടാവും? ഇതിനെന്തെങ്കിലും സെഡേഷൻ എന്തെങ്കിലും കൊടുക്കും? ഇത് ജനറൽ അനസ്തീസിയ ഒന്നും ആവശ്യമില്ല. നമ്മൾ ലോട്ടൽ അനസ്തീസിയ, അതായത് ജസ്റ്റ് അവിടെ ഇഞ്ചക്ഷൻ ചെയ്ത് മരപ്പിച്ചാണ് ചെയ്യുന്നത്. സോ ആവശ്യമുള്ള സ്ഥലത്ത് നിന്ന് എടുക്കുമ്പോൾ അവിടെ ഇഞ്ചക്ഷൻ ചെയ്യുന്നു, വെക്കുമ്പോഴും അവിടെ മാത്രം ഇഞ്ചക്ഷൻ ചെയ്തു. സോ പേഷ്യൻ്റ് ഫുള്ളി കോൺഷ്യസ് ആണ്, ഫുൾ ടൈം അവേറ്റ് ആണ്, സംസാരിച്ചുകൊണ്ടിരിക്കും, നമുക്കും പേഷ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. സോ ദർ ഇസ് നോ പ്രോബ്ലം. പേഷ്യൻ്റ് ഒന്നും പ്രോബ്ലംസ് ഒന്നും കാണില്ല അങ്ങനെ. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ, ഒരാൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തു, ഇപ്പം കുറച്ച് മുടിയെ വച്ചിട്ടുള്ളൂ, വീണ്ടും വേണം, ഇപ്പോൾ അടുത്ത സിറ്റിംഗ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു സമയം, കാലയളവ് എങ്ങനെയാണ്? യൂഷ്വലി ഒരു 6 മാസം പിടിക്കും. ഒരു 4-5 മാസമെങ്കിലും എടുക്കുമ്പോൾ മുടിയുടെ ഫുൾ സൈറ്റിലും ഗ്രോത്ത് പൊട്ടൻഷ്യൽ അറിഞ്ഞു വരാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഡോണർ സൈറ്റ് എടുക്കുന്ന സ്ഥലം കംപ്ലീറ്റ്ലി ഹീൽ ചെയ്യാൻ വേണ്ടി ഒരു 4 to 5 months എങ്കിലും എടുക്കും. സോ 6 months ആണ് ഞങ്ങൾ യൂഷ്വലി വെയിറ്റ് ചെയ്യാറ്. എന്നിട്ട് അതനുസരിച്ച് വീണ്ടും ചെയ്യണമെങ്കിൽ വീണ്ടും ചെയ്യുന്നു. അടുത്തൊരു കോളിലേക്ക് പോകണം. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. ഹലോ പറയാ. എന്റെ പേര് ബിജു എന്നാണ്. ഹലോ ബിജു, പറയാ. എന്റെ പേര് ബിജു എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇങ്ങനെ എനിക്ക് സോറിയാസിന്റെ അസുഖം വന്നിട്ടേ ഫ്രണ്ടിലത്തെ മുടി കംപ്ലീറ്റ് കൊഴിഞ്ഞു പോയേ. ഇപ്പൊ ഡോക്ടർ ഇപ്പൊ പറയുന്നു നമുക്ക് വേറെ സൈഡിൽ നിന്ന് മുടി എടുത്ത് നമുക്ക് ഫ്രണ്ടിലേക്ക് കവർ ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ എത്രത്തോളം നമുക്കത് ഇതാവും എന്നുള്ള അതിന്റെ ചെലവുകളും അതിന്റെ എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സോറിയാസിസ്, അത് ഇപ്പൊ ഡിസീസ് സ്റ്റേബിൾ ആണോ ഇല്ലയോ എന്ന് അസസ്മെന്റ് ചെയ്യണം. അത് സ്കിൻ സ്പെഷ്യലിസ്റ്റ് ആണ് പറയേണ്ടത്. സോ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡെർമറ്റോളജി ഒപ്പീനിയൻ എടുത്തിട്ട് ആ ഡിസീസിന്റെ പ്രോഗ്രഷൻ ഇല്ലെങ്കിൽ, വേറെ ഒന്നും പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് തീർച്ചയായും ഈ പ്രൊസീജിയർ ചെയ്യാവുന്നതാണ്. പിന്നെ കോസ്റ്റൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന നമ്മൾ എക്സ്റ്റെൻഡ് ഓഫ് കഷണ്ടി എന്തുമാത്രം ഉണ്ട് അതനുസരിച്ചാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതനുസരിച്ചാണ് എന്തുമാത്രം മുടി ആവശ്യം വരുന്നു, എന്തുമാത്രം സെഷൻസ് ആവശ്യം വരുന്നു, ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. സോ അതനുസരിച്ച് കോസ്റ്റും കൂടുകയും കുറയുകയും ചെയ്യും. ഡോക്ടറെ കാണേണ്ടത് ആവശ്യമാണല്ലോ ഇത്തരം? ആബ്സല്യൂട്ട്ലി. അത് കണ്ടിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യണം. സോ അടുത്തൊരു കോളിലേക്ക് പോകണം. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. നജമുദ്ദീൻ എന്ന് പറയും, മലപ്പുറത്ത് നിന്നാണ്. പറയാ. ഹലോ. യെസ്, പറയാ കേട്ടോ. അതെ, എനിക്ക് മുടി ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ പോകുന്നു. അപ്പൊ ഞാൻ പിന്നെ എറണാകുളത്ത് മറ്റേ എന്താണ് അമൃത എന്നൊരു ഡോക്ടർ ആർ എസ് റോയ്, മുമ്പ് കണ്ടിട്ട് 2000 മുമ്പ് എനിക്ക് പോയിരുന്നത്. 2000 എനിക്ക് ഫുള്ള് വന്നു. പിന്നെ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ നമ്മളെ പുരികം അതേപോലെ മീശ ഒക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോവാണ്. അപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് വരും, വീണ്ടും അവിടുന്ന് തന്നെ പോകും. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ബാക്ക് മൊത്തത്തിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ പോയിട്ടുണ്ട്. സാറേ, ഇതും ആക്ച്വലി വേറെ സ്കിൻ ഡിസീസ് വല്ല ഉണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ഡെർമറ്റോളജി ഡോക്ടേഴ്സ് കണ്ടിട്ട് പറയണം.
അങ്ങനൊന്നും പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പ്രൊസീജിയർ ചെയ്യാവുന്നതാണ്. ഇതിനും ഞാൻ പറയുന്ന പോലെ പേഷ്യനെ കണ്ടിട്ടേ തീരുമാനിക്കാൻ പറ്റുള്ളൂ എവിടെ നിന്ന് മുടി എടുക്കാം, എവിടെ എക്സാക്ട്ലി ചെയ്യേണ്ടത്. ഒത്തിരി ഏരിയ ടച്ചിൻ്റെ ഉള്ളപ്പോൾ നമുക്ക് പ്രയോറിറ്റി അനുസരിച്ച് ചെയ്യണം. പെട്ടെന്ന് കാണുന്ന സ്ഥലത്ത് ആദ്യം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു, പിന്നെ ബാക്കിലേക്ക് നമ്മൾ ആവശ്യം പോലെ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുന്നു. സോ ഫ്രണ്ടിൽ ആദ്യം ചെയ്തിട്ട് പിന്നെ ബാക്കിൽ ചെയ്യുന്നു. അങ്ങനെയൊക്കെ കുറേ ടെക്നിക്സും കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് നമ്മൾ പേഷ്യനെ കണ്ടിട്ട് തീരുമാനിക്കും. സോ നിങ്ങൾ വരണം, വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയച്ചും ഡെർമറ്റോളജി കൺസൾട്ടേഷൻ ആദ്യം ചെയ്തിട്ട് അവരുടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് റൂൾ ഔട്ട് ചെയ്തിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. മറ്റൊരു കോളിലേക്ക് പോകണം. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ. ഞാനിത് ലണ്ടനിൽ നിന്നാണ്, മനോജ് എന്ന് പറയുന്നു. ഹലോ ഹലോ, ഈ ട്രാൻസ്പ്ലാന്റേഷൻ എടുക്കാനായിട്ട് എത്ര സമയം എടുക്കും ഞങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ? സർജറി ടെക്നിക്കിന്റെ സമയമാണോ? അതെ, സർജറിയുടെ. സർജറി ഒരു ദിവസത്തെ പണിയാണ്. മോർണിംഗ് വരുന്നു, അഡ്മിഷൻ ചെയ്യുന്നു, എന്നിട്ട് തിയേറ്ററിലേക്ക് പോകുന്നു. ആദ്യത്തെ പ്രൊസീജിയർ മുടി എടുക്കുന്നു. അതൊരു 1.5 മണിക്കൂറോളം എടുക്കും. ബിക്കോസ് നമ്മൾ ക്ലോസ് ചെയ്യുന്ന ടെക്നിക്കൊക്കെ വളരെ ഫൈനായിട്ടുള്ള സ്യൂച്ചേഴ്സൊക്കെ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. ഏറ്റവും ഫൈനായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ സ്റ്റാറൊന്നും വരാതെ ചെയ്യുന്നു. പിന്നെ വീണ്ടും പ്രിപ്പയർ ചെയ്തിട്ട് മുടിയെ ഒന്നൊന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു. ആവശ്യമുള്ള സ്ഥലത്തേക്ക് നമ്മൾ ഹോൾ ഉണ്ടാക്കി നട്ട് വയ്ക്കുന്നു. മൊത്തം ഒരു 8 hours-എങ്കിലും 7 to 8 hours-എങ്കിലും എടുത്തെന്നിരിക്കും. സോ അത് ഡിപ്പെൻസ്. നമ്മൾ ഒത്തിരി മുടി വയ്ക്കുന്ന, സപ്പോസ് 2,000-3,000 മുടി വയ്ക്കുകയാണെങ്കിൽ സമയം കൂടും. വേറെ ഒരു 500-1000 മുടി ആണെങ്കിൽ അത് കുറവായിരിക്കും. ഡിപ്പെൻസ് ഓഫ് കോഴ്സ് ഓൺ ദി എക്സ്റ്റെൻറ്റ്. എന്തുമാത്രം മുടി വയ്ക്കുന്ന അനുസരിച്ചായിരിക്കും ഡ്യൂറേഷൻ. പക്ഷെ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യും. അന്ന് വൈകുന്നേരം തന്നെ എല്ലാം തീർന്നിട്ട് ഡിസ്ചാർജ് ചെയ്യും. മറ്റൊരു കോളിലേക്ക് പോകണം. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. നമസ്കാരം, കാസർഗോഡ് നിന്നാണ്. പറയാ. എൻ്റെ പേര് തോമസ്. എനിക്ക് പാരമ്പര്യമായ കഷ്ടതയൊന്നുമില്ല. ഓക്കെ. അപ്പൊ എന്റെ മുടി കംപ്ലീറ്റ് ഏകദേശം നല്ല ഒരു ഏരിയയിൽ മുഴുവൻ മുടി പോയി. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു വർഷം മുമ്പ് ഹെയർ ഫിക്സിങ്ങിന്റെ വിഗ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടേ. അപ്പൊ എനിക്ക് തലയ്ക്ക് ഭയങ്കര ചൂടാണ്. അങ്ങനെ ഞാൻ ചോദിച്ചാൽ ഈ എണ്ണ ഉപയോഗിക്കുന്നുണ്ടേ. അപ്പൊ കുറച്ച് മുടികൾ ഇങ്ങനെ മുടി വശത്തിനെ കിളിച്ച് വരും. വീണ്ടും ഇത് പൊഴിഞ്ഞു പോവാണ്. അപ്പൊ തലയ്ക്ക് ഭയങ്കരമായ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ പാരമ്പര്യമായിട്ട് എന്തിനാ ഞാൻ വീണ്ടും ഞാൻ 2-3 പ്രാവശ്യം എണ്ണ ചെയ്യുന്നതനുസരിച്ച് മുടി കുറേശ്ശെ മോശം വീണ്ടും മുടി പോകുന്നു. അത് നിലനിൽക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം പറയാം? അതെ, നമ്മുടെ സൈഡിൽ നിന്ന് ട്രാൻസ്പ്ലാന്റേഷൻ ഒരു ഡെഫിനറ്റ് ക്യൂറാണ്, ശരിയാണ്. പക്ഷേ എടുക്കാനുള്ള മുടി ആവശ്യത്തിന് ഉണ്ടോ ഇല്ലയോ എന്ന് പേഷ്യനെ കണ്ടിട്ട്, നിങ്ങൾ പറയുന്നത് ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് പോയി, അപ്പോൾ ബാക്കിൽ ആവശ്യത്തിന് ഉണ്ടോ ഇല്ലയോ എന്ന് അസസ്മെൻറ്റ് ചെയ്യണം. ഞാൻ നോക്കിയച്ചും പറയണം. അതും പറ്റുന്നില്ലെങ്കിൽ വേണമെങ്കിൽ ബോഡിയിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് എടുക്കാവുന്നതാണ് മുടി. സോ അതും പോസിബിൾ ആണോ ഇല്ലയോ എന്ന് നോക്കണം. പേഷ്യൻ്റെ എക്സാമിനേഷൻ ചെയ്തിട്ട് പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെച്ചാൽ വേറെ സ്കിൻ ഡിസീസസ് ഒന്നും ഇല്ലെങ്കിൽ യൂഷ്വലി അത് ഗ്രോ ചെയ്യും, വളരും. നോർമലായിട്ട് ഡൈ ചെയ്യേണ്ടി വരും, നോർമലായിട്ട് കട്ട് ചെയ്യേണ്ടി വരും, സ്റ്റൈൽ ചെയ്യേണ്ടി വരും, എണ്ണ വരട്ടേണ്ടി വരും. മെയിൻ്റെനൻസ് ഫ്രീ ആണ്. ഇങ്ങനെ ചൂടൊന്നും വരാൻ ചാൻസ് ഇല്ല, വിഗ് വയ്ക്കുന്ന പോലെ. അങ്ങനെ മെയിൻ്റെനൻസ് ഫ്രീ ആണ്. സോ അതാണ് അഡ്വാൻറ്റേജ്. പക്ഷെ ഒബ്വിയസ്ലി പേഷ്യനെ കണ്ടിട്ട് ഡോണർ സൈറ്റ് ആവശ്യത്തിനുണ്ടോ ഇല്ലയോ നിങ്ങളുടെ സ്റ്റേറ്റിൽ അത് ഡിറ്റർമിൻ ചെയ്യണം. അതിന് നിങ്ങൾ വരണം, വന്നു കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. പറയാ. എന്റെ പേര് സുനിൽ. അപ്പം എന്റെ മുടി ആകെ അത് പൊഴിഞ്ഞു പോകുന്നുണ്ട്, എന്നാന്ന് അറിയാൻ വേണ്ടി. ഓക്കെ, പൊഴിഞ്ഞു പോകുന്ന. ഓക്കെ, ഇപ്പൊ വേറെ ഒന്നും ഡാൻഡ്രഫ് കൂടുതലായിട്ടുണ്ട്, അങ്ങനെ വല്ല പ്രോബ്ലംസ് ഒന്നും ഇല്ലല്ലോ? ഹലോ. ഹലോ. പറയാ. അതാ മുടി ഒത്തിരി പൊഴിഞ്ഞു പോകുന്നു, അതിന്റെ ഇത് അറിയാൻ വേണ്ടിയല്ലോ. പൊഴിഞ്ഞു പോകുന്ന. ഓക്കെ, ഉള്ളിലോട്ട് ഒത്തിരി പൊഴിഞ്ഞു പോകുന്നുണ്ട്. അത് പാരമ്പര്യമായിട്ട് ചാണയില്ല. അല്ല, ആദ്യം നമുക്ക് റൂൾ ഔട്ട് ചെയ്യേണ്ടത് സ്കിൻ ഡിസീസസ്, വേറെ ഹോർമോണൽ പ്രോബ്ലംസ് അങ്ങനെയൊന്നും ഇല്ലെന്ന് കൺഫേം ചെയ്തിട്ട് ഇതൊരു സർജറി ടെക്നിക്കാണ്, ക്യൂറേറ്റീവ് ആണ്, ശരിയാണ്. പക്ഷേ അത് മറ്റ് പ്രോബ്ലംസ് ഒന്നും ഇല്ലെന്ന് കൺഫേം ചെയ്യണം ആദ്യം, എന്നിട്ട് ഡിസൈഡ് ചെയ്യണം. സോ അത് ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റാണ് യൂഷ്വലി ചെയ്യാറ്. ബട്ട് ഞങ്ങളുടെ ഒരു ടീമിൽ അതും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ സ്കിൻ സ്പെഷ്യലിസ്റ്റ് നോക്കി വെച്ചും അവർ നമ്മളോട് റിപ്പോർട്ട് ചെയ്യും, ഇത് വേറെ പ്രശ്നമൊന്നും ഇല്ല, ചെയ്യാം, ഓപ്പറേഷൻ ചെയ്യാം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചെയ്യും, തീർച്ചയായിട്ടും ചെയ്ത് കവർ ചെയ്യാൻ പറ്റുന്നതാണ്. പലപ്പോഴും റൂട്ട് കോസ് കണ്ടുപിടിച്ചിട്ട് ചെയ്യുമ്പോഴത് എഫക്റ്റീവ് ആവും. യൂഷ്വലി വേറെ കോസ് ഒന്നും ഇല്ലായിരിക്കും, മേ ബി പാരമ്പര്യമായിട്ട് ഇങ്ങനെ ആയിരിക്കും. സോ അങ്ങനെ ദർ വിൽ ബി യൂഷ്വലി നോ പ്രോബ്ലംസ്. സോ എന്നിട്ട് അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നു, സർജറി ചെയ്യുന്നു. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള.